എന്നപ്പാ ഇത് പന്ന കഴിവറടാ മോനെ. വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. തോന്നിയ ദിവസം കാണിച്ചേച്ച് അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാലത്തിൽ ഞാൻ ഇറക്കത്തില്ല. വിടന്ന് കുഞ്ഞറിയാച്ച ക്ഷമ ആട്ടും സൂപ്പിന്റെ പരം തരുമെന്ന പറഞ്ഞോളൂ പാപ്പിച്ചായ. അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരിവ് വേണം. എണ്ണം കെട്ടവനെ, നിന്റെ 6ാം വാരി നോക്കി നന്നല്ലോ. ഒരു തട്ടുകേട് വന്നു. ഇനി അതങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട്. കേസിൽ നൂരാൻ കാശ് എത്ര വേണമെന്ന് അറിയാവോ? വകുപ്പ് മറ്റേതാ. അല്ലേടാ പാപ്പച്ചി, കുടുംബോടാവേ. വകുപ്പിന്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ ആദ്യം കേട്ടണ്ട. കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവൻ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പച്ചി? പെണ്ണിന് വയസ്സ് 16 ആണെന്നുള്ളത് ഉറപ്പല്ലേ? അതെ, 16. ഒരു 5 ലക്ഷം കരുതിക്കും. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചറിയാച്ചാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകൊണ്ട് പറഞ്ഞില്ല. മിസ്റ്റർ ഹരികൃഷ്ണൻ, അത് ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. അമ്മേ, 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 അയ്യോ. കർത്താവേ, ബാറ്ററിയുടെ തുമ്പെല്ലാം കിട്ടിയ. ഇവിടെ ആരുമില്ലേ? എന്നാ സാറേ? സാമുവൽ സാറില്ലേ? ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുവാ. സാമുൽ സാർ വന്ന അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ആരാ വന്നത്? പോലീസുകാരാ പപ്പയെ തിരക്കി. അപ്പൊ എന്നെ വിളിക്കായിരുന്നില്ലേ? ആണൊരുത്തൻ നിന്റെ അകത്തില്ലേ? പോയ അവര്. കർത്താവേ, ഓരോരോ പരീക്ഷണങ്ങളെ. Come in. ഇരിക്കൂ. കോട്ടയം SP ഓഫീസിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു രാജമ്മ, പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40ഓളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെ ആണോ സാറേ? കുട്ടി ഇപ്പോൾ കോട്ടയത്തൊരു റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങളൊന്ന് കണ്ടാൽ എന്താ കുഴപ്പം? ഇറങ്ങി വാടി, ഇറങ്ങി വിടവളെ. ഒത്തിരി പേര് കണ്ടതല്ലേ? ഞങ്ങളെ കൂടെ ഒന്ന് കാണണ്ടേ? തള്ളല്ലോ, ഇവിടെ തള്ളാതിരിക്കും.
മന്ത്രിമാരൊക്കെ വരുമെന്നാ കേട്ടത്. സിനിമാടന്മാര് വരുമോ? 1-2 സീരിയലുകാർ വന്നായിരുന്നു. പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തി തന്നില്ല സർ. പിന്നെ നീ സ്വയം പരിചയപ്പെട്ടാണോ? അലക്സ്, ഹരിക്കും രാജീവിനും ഒക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്കും ഇല്ല സർ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി അലക്സേ, ഇവനോടല്ല ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരിലാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. കള്ളം പറഞ്ഞോടാ. മതി 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 മതി. താനിങ്ങൊന്നേ പറയട്ടെ. ഇരിക്കെ. താൻ ചെന്ന ടോമിയെ കൂട്ടിട്ട് വാ. ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ RTO ഓഫീസിൽ നടന്ന ബെസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇത് RTO ഓഫീസിലെ രജിസ്ട്രാ. പിന്നെ എങ്ങനെയാണോ ഈ കേസിന്റെ പേരിൽ ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എണ്ണങ്കട്ടോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയാ ഒരു വാക്ക് കിട്ടിയാൽ നല്ലൊരു തുക. താൻ അവനെ വിട് സർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും ഇവന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാനങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. ഇരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ അങ്ങോട്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ. കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്നി അതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജമ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. സിഗ്നല് കൊള്ളാലോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ ചേച്ചി? മോളുടെ പേരെന്താ? രമണി. സുന്ദരി കുട്ടിയാ. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ.
എന്നാ വേണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ മുള്ളിയപ്പ തെറിച്ച എന്തോന്നും അല്ല മോളെ. എവന്റെ അമ്മയെ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അതോർത്ത് ദണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ, ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്, അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടിപ്പറക്ക്, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ?